എൻ്റെ പേര് ഡോക്ടർ ആനി ലിബു. US സെറ്റിൽഡ് ആണ്. വേൾഡ് മലയാളി ഫെഡറേഷൻ്റെ 170 രാജ്യങ്ങളുടെ ഗ്ലോബൽ പ്രസിഡൻ്റായിട്ട് പ്രവർത്തനം നടത്തുന്നു. റിജാസ് ഇബ്രാഹിം ഖത്തറിൽ നിന്ന് ഗ്ലോബൽ വൈസ് പ്രസിഡൻറ്റ്, ഗ്ലോബൽ ട്രഷറർ BM സിദ്ദിഖ്, ഗ്ലോബൽ ജോയിൻറ്റ് സെക്രട്ടറി ആഫ്രിക്ക റീജിയണിനെ പ്രതികരിച്ച് ഷിജോ തയ്യിൽ, ഗ്ലോബൽ കേരള സ്റ്റേറ്റിൻ്റെ സെക്രട്ടറി ഹഫീസ്, ട്രിവാൻഡ്രം ജില്ലാ പ്രസിഡന്റ് സൗമ്യ. വേൾഡ് മലയാളി ഫെഡറേഷൻ ഓസ്ട്രിയയിൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന 170 രാജ്യങ്ങളുടെ സാന്നിധ്യമുള്ള ഒരു ആഗോള മലയാളി സംഘടനയാണ്. സെപ്റ്റംബർ 21, 2016 ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ ഗവൺമെൻറ് തലത്തിലും കുട്ടികളുടെ കാര്യങ്ങളിലും എല്ലാം നോർക്ക ഉൾപ്പെടെ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു വലിയൊരു ആഗോള സംഘടനയും കൂടിയാണിത്. ഞങ്ങളുടെ സംഘടന നാളെ നടക്കുന്ന മാരത്തോൺ തൂഫാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തിരുവനന്തപുരത്ത് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ മാരത്തോണിനെ സംഘടിപ്പിക്കുകയും നാളത്തെ പ്രോഗ്രാം ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യുകയുമാണ്. എൻ്റെ പേര് റിജാസ് ഇബ്രാഹിം. ഞാൻ ഖത്തറിൽ നിന്നാണ് വന്നിട്ടുള്ളത്. വേൾഡ് മലയാളി ഫെഡറേഷൻ്റെ കഴിഞ്ഞ 2 വർഷക്കാലമായിട്ടുള്ള ഒരു ക്യാമ്പയിനിങ് ആണ് ആൻറ്റി ഡ്രഗ് ക്യാമ്പയിനിങ്. ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞ പോലെ 170 രാജ്യങ്ങളിൽ നമുക്ക് പ്രാതിനിധ്യമുണ്ട്. ഈ 170 രാജ്യങ്ങളിലുള്ള മലയാളികൾക്കിടയിലും നമ്മൾ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചു വരുന്നു. ഇപ്പോൾ ഈ ആൻറ്റി ഡ്രഗ് ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പല പദ്ധതികൾ നടപ്പിലാക്കി വരുന്നുണ്ട്. പ്രധാനമായിട്ടും സ്കൂൾ കോളേജുകളിൽ നമ്മൾ കൗൺസിലേഴ്സിനെയും അതുപോലെ തന്നെ സൈക്കോളജിസ്റ്റുകളെയൊക്കെ വെച്ചിട്ടുള്ള ക്യാമ്പയിനുകൾ കഴിഞ്ഞ 1.5 വർഷക്കാലമായിട്ട് നടത്തിപ്പോരുന്നു. അതുപോലെ തന്നെ കുട്ടികളിൽ സ്പോർട്സിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുക എന്നുള്ള രീതിയിൽ ഉൾപ്രദേശങ്ങളിൽ ഗ്രാമങ്ങളിലെല്ലാം കുട്ടികൾക്ക് കളിക്കളം ഒരുക്കി കൊടുക്കുക, മൈതാനങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളൊരു പദ്ധതി നമ്മൾ കഴിഞ്ഞ 2 വർഷമായിട്ട് നടപ്പിലാക്കി വരുന്നു. എറണാകുളം ജില്ലയിലും അതുപോലെ തന്നെ മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലെല്ലാം നമ്മൾ ഇതിനോടകം നിരവധി മൈതാനങ്ങൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പല രാജ്യങ്ങൾ, വേൾഡ് മലയാളി ഫെഡറേഷൻ്റെ പല രാജ്യങ്ങളിൽ നിന്നുള്ള കൗൺസിലുകൾ സ്പോൺസർ ചെയ്തുകൊണ്ട് നടപ്പിലാക്കി വരുന്നു. കുട്ടികളെ ആരോഗ്യപരമായ ഒരു അന്തരീക്ഷത്തിലേക്ക് മാറ്റിയെടുക്കുക, അതിനു വേണ്ടിയിട്ട് സ്പോർട്സിൽ എൻഗേജ് ചെയ്യിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം പദ്ധതി രൂപീകരിച്ച് തുടങ്ങിയത്. ഇപ്പോൾ മാരത്തോൺ പോലെ വിവിധ പരിപാടികൾ നമ്മൾ ചെയ്തു വരുന്നു. ഇത് മാത്രമല്ല, ഇതിൻ്റെ അടുത്ത ഘട്ടത്തിലോട്ട് നമുക്ക് റീഹാബിലിറ്റേഷൻ, അതുപോലെ തന്നെ ഡ്രഗിന് അടിമകളാവുന്നവർക്ക് വേണ്ടിയിട്ടുള്ള കൗൺസിലിങ്ങുകൾ, ഫാമിലി അവയർനെസ് പ്രോഗ്രാമുകൾ, വിവിധ സൈക്കോളജിസ്റ്റുകളുടെയും ഡോക്ടേഴ്സിൻ്റെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്കൊരു ഹെൽത്ത് ഫോറം ഉണ്ട് വേൾഡ് മലയാളി ഫെഡറേഷൻ ഗ്ലോബൽ ലെവലിൽ. ആ ഹെൽത്ത് ഫോറത്തിൻ്റെ അണ്ടറിൽ നമ്മൾ ഇത്തരം ഫാമിലി അവയർനെസ് പ്രോഗ്രാമുകളും കൗൺസിലിങ്ങുകളും ഒക്കെ ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ഘട്ടം. ഇതിനോടകം നമ്മൾ പാനലുകളെല്ലാം രൂപീകരിച്ച് കഴിഞ്ഞു. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള സ്പെഷ്യലിസ്റ്റുകളായിട്ടുള്ള ഡോക്ടേഴ്സും സൈക്കോളജിസ്റ്റുകളും ഒക്കെ നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട്. അതുകൂടാതെ നമ്മൾ ഇപ്പോൾ മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് കുട്ടികളെ തന്നെയാണ്. സ്കൂൾ കോളേജ് കുട്ടികൾക്ക് അവരെ കലാപരമായിട്ടുള്ള അവരുടെ കഴിവുകൾ വികസിപ്പിക്കുക. അത്തരത്തിൽ മ്യൂസിക് ആണ് ലഹരി എന്നുള്ള തരത്തിലുള്ളൊരു ക്യാമ്പയിനിങ് നമ്മൾ കോഴിക്കോട് ജില്ലയിൽ നടത്തിയിരുന്നു. ഗസൽ അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൻ്റെ സംഗീത പാരമ്പര്യം ഇതൊക്കെ കുട്ടികളിലോട്ട് എത്തിച്ചുകൊണ്ട് അങ്ങനെ അത്തരം കാര്യങ്ങളിലോട്ട് കുട്ടികളെ വഴിതിരിച്ചു വിട്ടുകൊണ്ട് ഈ ഡ്രഗ് നിന്നും ഒരു മുക്തമാവുന്ന അവരെ എൻഗേജ് ചെയ്യിക്കുക എന്നുള്ള ഒരു പ്രധാന പദ്ധതിയിലാണ് നമ്മൾ പോകുന്നത്. ഇതുകൂടാതെ പ്രധാനമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പദ്ധതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റും യൂറോപ്പ്, ആഫ്രിക്കൻ രാജ്യങ്ങളിലെല്ലാം ഒരുപാട് പേര് ഇവിടുന്ന് ജോലി അന്വേഷിച്ച് വരുന്ന ആളുകൾ നിരവധി മയക്കുമരുന്ന് കേസുകളിൽ പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള നമ്മൾ റിക്രൂട്ട്മെൻറ്റ് ഏജൻസികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർ അറിഞ്ഞുകൊണ്ട് കാരിയറായിട്ട് വരുന്ന ആളുകളുമുണ്ട്, അറിയാതെ ഏജൻസികളും അതുപോലെ തന്നെ അവിടുത്തെ പല കമ്പനികളും ഇവരറിയാതെ ഇവർക്ക് ഇത്തരം സാധനങ്ങൾ വെച്ചു കൊടുത്തുകൊണ്ട് ഇവർ അറിയാതെ കാരിയേഴ്സായി മാറുന്ന
ഒരു ഇതുണ്ട്. നിരവധി കേസുകൾ നമ്മൾ അങ്ങനെ വിവിധ രാജ്യങ്ങളിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ റിക്രൂട്ട്മെന്റ് ഏജൻസികൾ വഴിയും നോർക്ക വഴിയും ഒക്കെ നമുക്ക് അവർക്കൊരു അവയർനെസ് കൊടുക്കുക എന്നുള്ളത്, പ്രത്യേകിച്ച് ഗൾഫ് മേഖലകളിലൊക്കെ ഉള്ള ഇത്തരം മയക്കുമരുന്ന് കേസുകളിലൊക്കെ പെട്ടാലുള്ള ശിക്ഷകളെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. 5 വർഷവും 10 വർഷവും ഒക്കെ ആണ് അവിടെ ശിക്ഷ. ഇതൊക്കെ പറഞ്ഞ് ഇത്തരം ക്യാമ്പയിനുകൾ കഴിഞ്ഞ 1-2 വർഷക്കാലമായിട്ട് നടത്തി വരുന്നുണ്ട്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ചെയ്തു പോകുന്നത്. ഇത് കൂടാതെ വിവിധ മേഖലകളിൽ കേരളത്തിൻ്റെ സാംസ്കാരിക രംഗത്തും അതുപോലെ തന്നെ ടൂറിസം മേഖലയുമൊക്കെ 170 രാജ്യങ്ങളെ കണക്ട് ചെയ്തുകൊണ്ട് വികസിപ്പിക്കുന്ന പദ്ധതികളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിപ്പോൾ സാന്ദർഭികമായിട്ട് ജസ്റ്റ് പറഞ്ഞതെന്ന് മാത്രം. ഞാൻ വേൾഡ് മലയാളി ഫെഡറേഷൻ്റെ ഗ്ലോബൽ ട്രഷററാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ 170 രാജ്യങ്ങളിൽ മലയാളികളുടെ ഒരു സംഘടനയാണ് വേൾഡ് മലയാളി ഫെഡറേഷൻ. കേരളത്തിൽ തന്നെ 14 ജില്ലകളിലും നമ്മളുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഏതാണ്ട് 20,000-ഓളം മെമ്പർമാരാണ് നമ്മുടെ ഈ ഒരു സംഘടനയിലുള്ളത്. കേരളത്തിൽ തന്നെ വിവിധ തലങ്ങളിലുള്ള ഞങ്ങളുടെ സംഘടനാ പ്രവർത്തനം ആരംഭിച്ചിട്ട് 10 വർഷം പൂർത്തീകരിക്കുകയാണ്. ഞങ്ങളെ 10ാം വാർഷികം ബൾഗേറിയയിൽ വെച്ച് ഞങ്ങളെ ഒരു യൂറോപ്പ് മീറ്റിൽ ആഘോഷിക്കുകയാണ്. അതോടൊപ്പം തന്നെ കേരളത്തിൽ ചെയ്തിട്ടുള്ള വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ, കാരണം സമൂഹത്തിന് ഉതകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, ഇപ്പോൾ ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് സംഗീതമാണ് ലഹരി എന്ന ഒരു പ്രോഗ്രാം കോഴിക്കോട് വെച്ച് നടത്തുകയുണ്ടായി. അതുപോലെ ഷോർട്ട് ഫിലിമുകൾ നമ്മൾ എടുത്ത് സമൂഹത്തെ നമ്മളത് അവയർനെസ് ചെയ്യിക്കുന്നുണ്ട്. അതുപോലെ സ്കൂൾ തലങ്ങളിൽ കോളേജ് തലങ്ങളിലും ഡ്രഗ്സിനെതിരെ ഒരു ക്യാമ്പയിനുകൾ നടക്കുന്നുണ്ട്. അതുപോലെ അത് ഈ കേരളത്തിൽ മാത്രമല്ല, മിഡിൽ ഈസ്റ്റിൽ സ്പോർട്സ് പ്രോഗ്രാമുകൾ നടത്തുന്നു, ആഫ്രിക്കൻ കൺട്രീസിൽ നടത്തുന്നു. അങ്ങനെ വിവിധ എല്ലാ രാജ്യങ്ങളിലും ഞങ്ങളുടെ ഈ ഒരു സംഘടന നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ വായനാ ദിനം ഞങ്ങൾ നടത്തുന്നുണ്ട്. എല്ലാ ജില്ലകളിലും സ്കൂൾ തലത്തിലും പബ്ലിക് ലൈബ്രറിയിലും പുസ്തകങ്ങൾ ഞങ്ങൾ വിതരണം ചെയ്തിട്ടുണ്ട്. അതുപോലെ ലോക സംഗീത ദിനം, നേഴ്സിംഗ് ഡേ, വനിതാ ദിനം, ഫാദേഴ്സ് ഡേ, മദേഴ്സ് ഡേ, രക്തദാന ക്യാമ്പ് എന്നിങ്ങനെയുള്ള വിവിധങ്ങളായ പരിപാടികൾ ഞങ്ങൾ ഈ ഒരു സംഘടന നടത്തി വരുന്നു. ഞങ്ങൾ ഈ 10 വർഷത്തിനുള്ളിൽ ഞങ്ങൾ കേരളത്തിൽ ഏതാണ്ട് 10 വീടുകളോളം ഞങ്ങൾ പാവപ്പെട്ടവർക്ക് പണിത് കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ 10ാം വർഷവും ഞങ്ങളൊരു 2 വീട് പണിയുന്നതിനുള്ള ഒരു പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. ഈ ഒരു ക്യാമ്പയിൻ 2025 മാർച്ച് മാസത്തിൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായ VD സതീശൻ സാറാണ് ഓസ്ട്രിയ വിയന്നയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. വേൾഡ് മലയാളി ഫെഡറേഷൻ്റെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് തുടങ്ങിയ കണ്ടിന്യൂസ് ഈ ഒരു പരിപാടി ഈ വർഷം നടക്കുന്ന ഈ തൂഫാൻ പ്രോഗ്രാമിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സ്കൂൾ കുട്ടികളെയും ചേർത്തുകൊണ്ട് സ്കൂളിൻ്റെ നെയിമുകൾ സൗമ്യ പറയുന്നതായിരിക്കും. വേൾഡ് മലയാളി ഫെഡറേഷൻ്റെ നിലവിലെ തിരുവനന്തപുരം കൗൺസിൽ പ്രസിഡൻ്റാണ് ഞാൻ, സൗമ്യ സുകുമാരൻ. നമ്മൾ വേൾഡ് മലയാളി ഫെഡറേഷൻ്റെ 10 വർഷക്കാലത്തെ ഒരു ചൈത്യയാത്രയെക്കുറിച്ച് നമ്മുടെ ഗ്ലോബലിലെയും നാഷണലിലെയും മെമ്പേഴ്സുകൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ നാളത്തെ പരിപാടി തിരുവനന്തപുരം സിറ്റിക്കുള്ളിലുള്ള ഏറ്റവും അടുത്ത കവടിയാറാണ്, വിവേകാനന്ദ പാർക്കാണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ്. തൂഫാനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് WMFൻ്റെ സംയുക്താഭിമുഖ്യത്തിൽ കുട്ടികളുടെ ഒരു മാരത്തോണാണ് നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഏകദേശം 400-ലധികം വിദ്യാർത്ഥികൾ ഈ ഒരു മാരത്തോണിൽ പങ്കെടുക്കുന്നുണ്ട്. സെൻറ്റ് ജോസഫ് പാളയം സ്കൂളിലെയും ഹോളി ഏഞ്ചൽസ്, കോട്ടൺ ഹില്ല് എന്നീ സ്കൂളുകളിലെ വിദ്യാർത്ഥികളാണ് പങ്കെടുക്കുന്നത്. കവടിയാർ വിവേകാനന്ദ പാർക്കിൽ നിന്ന് ആരംഭിച്ച് ബഹുമാനപ്പെട്ട നഗരസഭാ പിതാവ് VV രാജേഷാണ് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത്. സമാപന സമ്മേളനം മാനവീയം വേദിയിൽ ഏകദേശം 8 മണിക്ക് ആരംഭിച്ച് 9:30 സമാപിക്കത്തക്ക രീതിയിലാണ് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല സാറാണ്. ഒപ്പം നമ്മുടെ MLA രമ്യ ഹരിദാസ് പങ്കെടുക്കുന്നുണ്ട്. MR ബൈജു സാർ, സാംസ്കാരിക രംഗത്തുള്ള വിവിധ ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്ന ആളുകളും വേൾഡ് മലയാളി ഫെഡറേഷൻ്റെ, അതുപോലെ ലുലുവിൻ്റെ മാനേജർ ശ്രീലേഷ് ശശിധരൻ സാറ്, വേൾഡ് മലയാളി ഫെഡറേഷൻ്റെ ഗ്ലോബൽ, നാഷണൽ, സ്റ്റേറ്റ്, ജില്ലാ തലത്തിലുള്ള എല്ലാ ഭാരവാഹികളും ഇതിൻ്റെ ഭാഗമായിട്ട് പങ്കെടുക്കുന്നുണ്ട്. നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും ഈ ഒരു മാരത്തോണിന് വേണ്ടിയിട്ട് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുകയാണ്. പ്രതിനിധീകരിച്ചുകൊണ്ട് ഇപ്പോൾ ഹോളിഡേ ടൈമും കൂടെ ആയതുകൊണ്ട് ഞങ്ങളുടെ എല്ലാ റെപ്രസെൻറ്റേറ്റീവ്സും കൂടെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതിൽ
ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ലുലു മോൾ ട്രിവാൻഡ്രമാണ്. മറ്റ് ജില്ലകളിൽ ഇത് കണ്ടിന്യൂ ചെയ്ത് സ്റ്റാർട്ടിംഗ് ആണ്. ബാക്കിയുള്ള ജില്ലകളിൽ ഇത് കണ്ടിന്യൂ ചെയ്ത് നെക്സ്റ്റ് ഒരു 5 months പ്രോജക്റ്റായിട്ട് ഇത് കണ്ടിന്യൂ ചെയ്യും. കേരളത്തിൽ കൂടുതലായിട്ട് സ്പോർട്സ് ഉപകരണങ്ങൾ അതാണ് ഏറ്റവും വലിയ അഭാവം. നല്ല സ്പോർട്സ് ഉപകരണങ്ങൾ കുട്ടികളിൽ ഇല്ല. നല്ല ഒരു ഷൂസ് ഇട്ട് ഓടാനുള്ള ഇതുപോലും ഇല്ലാത്ത കുട്ടികളുണ്ട്. അപ്പം അവരെ കണ്ടെത്തി അർഹതപ്പെട്ടവർക്ക് സ്പോർട്സ് ഉപകരണങ്ങൾ നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഷുവർ, ഡെഫിനറ്റ്ലി അത് ടേക്കപ്പ് ചെയ്യും. ഗ്രാമപ്രദേശങ്ങളിലാണ്, സിറ്റിയിലും ഓക്കെ. പക്ഷെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ അത്ലറ്റുകൾ വരുന്നത് ഗ്രാമപ്രദേശങ്ങളിൽ നിന്നാണ്. ഞങ്ങൾ കഴിഞ്ഞ 2 വർഷത്തിനകത്ത് എറണാകുളം ജില്ലയിൽ 1-2 വില്ലേജുകളിൽ ഈ പറഞ്ഞ പോലെ സ്പോർട്സ് ഉപകരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഫുട്ബോൾ അതുപോലെ തന്നെ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട്. ഒപ്പം കളിക്കളങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞില്ലേ, കളിക്കളങ്ങൾ തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു സ്പോർട്സ് ഫോറം എന്ന് പറഞ്ഞിട്ട് ഗ്ലോബൽ ലെവലിൽ തന്നെ ഉണ്ട്. ഈ 170 രാജ്യങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു സ്പോർട്സ് ഫോറം നമുക്കുണ്ട്. കഴിഞ്ഞ വർഷത്തെ ബ്ലൈൻഡ് ഫുട്ബോൾ അല്ലേ, ബ്ലൈൻഡ് അത് ഇന്റർനാഷണൽ അല്ലായിരുന്നു. ഇന്ത്യൻ ടീമിനെ സ്പോൺസർ ചെയ്തത് വേൾഡ് മലയാളി ഫെഡറേഷനാണ്. ഞങ്ങളാണ് സ്പോൺസർ ചെയ്തത് കഴിഞ്ഞ വർഷം നമ്മുടെ ഇന്ത്യൻ ടീമിനെ ബ്ലൈൻഡ്. ഞങ്ങൾക്കൊരു ഹെൽപ്പ് ഡെസ്ക് എന്ന് പറയുന്ന ഒരു കാര്യം രൂപീകരിച്ച ഒരു ടൈം ഉണ്ടായിരുന്നു. ആ സമയം തൊട്ട് ഇന്ന് വരെ, ഞാനിപ്പോൾ US ടൈമിലാണ്, ഇവിടുത്തെ സമയത്ത് ആരെങ്കിലും ആൻസർ ചെയ്യാൻ അതിലുണ്ടായിരിക്കും. സോ അതാണ് ഏറ്റവും വലിയ ഒരു പ്രത്യേകത വേൾഡ് മലയാളി ഫെഡറേഷൻ്റെ. അയക്കാം, ഉണ്ട്, ഇമെയിൽ അയക്കാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്, ഏത് രാജ്യങ്ങളിലെ കാര്യമാണ്.